ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം. വേറെ സാമല്ല, സാമി എഫക്സ്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, കോഹ്ലിയുടെ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്, ഞാൻ ഇന്നാണ് കാണുന്നത് PKയുടെ ട്രോള്. അപ്പം സംഭവം കുറച്ച് കമൻസ് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഇടയിൽ വന്നായിരുന്നു. ഞാൻ നെഗറ്റീവ് പറഞ്ഞു, ഇത് നെഗറ്റീവ് അടിച്ചിറക്കുന്നത് കൊണ്ട് എന്താണ് നിനക്ക് ലാഭം എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റൊക്കെയാണ് വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ വീഡിയോസ് എത്ര വ്യൂസാണ് കിട്ടുന്നതെന്നും നമ്മൾ പാൻ ഇന്ത്യ റീച്ച് ആണെന്നുള്ളതും എല്ലാം ഇന്നലത്തെ കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ റിവ്യൂ കാരണം ഇന്നലെ ഏകദേശം 4-5 കോടിയുടെ ലോസാണ് വന്നതെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേന് നമുക്കതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണമല്ലോ. ചിലരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് പൈസ മേടിച്ചിട്ട് എന്തൊരു കമൽഹാസൻ്റെ പൈസ മേടിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പോലെയാണ് ചിലരുടെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ. അപ്പം എനിക്ക് എൻ്റെ ഈ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് എന്ത് തോന്നുന്നു അത് വന്ന് നിങ്ങളുടെ കള്ളത്തരോ പരിപാടിയൊന്നും ഇല്ലാതെ പറയണമെന്നാണ് എൻ്റെ ഒരിത്. അപ്പം എനിക്ക് വന്ന് ഇപ്പം ഇതിൽ വന്ന് പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും കാണേണ്ടിയവർ കാണും. ഇപ്പം ഞാൻ ഒരു റിവ്യൂ എടുത്ത് കണ്ടാലും എനിക്കത് പോയി കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സിനിമ പോയി കാണും. സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയാണ്. ഈ റിവ്യൂ ഒക്കെ ഈ ഇടയ്ക്കല്ലേ നമുക്ക്, ഈ കോവിഡിന് ശേഷമാണ് ഈ റിവ്യൂ ഒക്കെ ഇത്ര പ്രാബല്യത്തിൽ വരുന്നത്. അതിന് മുമ്പൊക്കെ എത്ര പേരാണ് റിവ്യൂ കാണുന്നത്? സിനിമ എല്ലാവരും പോയി കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തമ്മിൽ പോലും കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല. ഇൻസ്റ്റയും റീൽസും ഒക്കെ വന്നതിന് ശേഷമല്ലേ ഇപ്പം ഇത്രയും ഈ റിവ്യൂസും പരിപാടിയും ഒക്കെ വന്നേ. അതിന് മുമ്പ് അവിടെ ആരും സിനിമ കാണാതിരിക്കുക, അതിന് മുമ്പ് സിനിമ പൊട്ടാതിരിക്കുക. സിനിമ ബോംബ് സ്ഥിരം ക്ലീശ സെറ്റപ്പ് ബോംബ് കഥയാണെങ്കിൽ സിനിമ പൊട്ടും. ഇനിയിപ്പോൾ ലോകേശല്ല, സാക്ഷാൽ ശങ്കർ വന്ന് പണിയാലും അത് മൂഫിയാവുമെന്നുള്ളതിൻ്റെ ഏകദേശമൊക്കെ ഒരു വലിയ ഉദാഹരണമായിട്ട് മനസ്സിലായി കാണും ഇപ്പം കൂലി ഇറങ്ങിയപ്പം. അപ്പം കൂലി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ കൊള്ളാത്ത ഒരു സിനിമയെന്നല്ല ഞാൻ പറയുന്നത്. സിനിമയുടെ കുറേ അട്ടർ വേസ്റ്റ് കഥാപാത്രങ്ങളെ നമ്മൾ എന്തിനാണ് വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും റീച്ച് കിട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കുറേ കഥാപാത്രങ്ങൾ കോമാളി പീസ് പോലെ കടന്ന് അഭിനയിച്ചുകൊണ്ട് നമ്മളെ ഒരു ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ അതൊരു ഏകദേശം 200 ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. നമ്മൾ ഇനിയും സിനിമ റിവ്യൂ ചെയ്യും, ട്രെയിലർ റിയാക്ഷൻ ചെയ്യും, അൺബോക്സിങ് ചെയ്യും, ബുക്കിംഗ് വ്ളോഗും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പം കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നില്ല. നമ്മുടെ ഉദ്ദേശം നമ്മൾ പോസിറ്റീവായിട്ടുള്ള സാധനം പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ള സാധനം നെഗറ്റീവ്, അങ്ങനെ ഇന്ന ഫാനാണ്, ഇന്ന ഫാൻസിൻ്റെ ആളാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരൻ വന്ന് നമ്മളെ വീഡിയോ കണ്ട അതിൽ നിന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ ഒരു ഒപ്പീനിയൻ കണ്ട അവർക്ക് മനസ്സിലായി പടം കൊള്ളാമോ ഇല്ലേ, അത്രേ നമ്മൾ ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഒരു പടത്തിനെ അടിച്ചിതാക്കാൻ വേണ്ടി ഒന്നും വന്നേ അല്ല. അപ്പം നമുക്ക് PKയുടെ ട്രോള് കാണാം. ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയ ഒരു സാധനം പൊട്ടിത്തകർന്ന് വീണു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതിലേക്കാണ് അതിലേ പറയണത്. ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉഷ്ണയന മൂഞ്ചി കൃഷ്ണ. ഇങ്ങേര് സംസാരം ഏതോ ഒരു സിനിമയിലാണ്ട റിവ്യൂ റെസ്പോൺസ് ചെയ്തപ്പോഴത്തേനാണ്ട എല്ലാവരും കൂടെ ഇങ്ങേരെ തലയിൽ കയറ്റി. ഏത് സിനിമ ഇറങ്ങിയാലും ഇത് തന്നെ പറയുന്നത്. മിക്കുള്ള സിനിമയ്ക്ക് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു. ഈ നെഗറ്റീവ് പറഞ്ഞ മിക്ക സിനിമയും നല്ല സിനിമയായിരുന്നു. വെറും വേസ്റ്റ് പടം എന്നാണ് പറയുന്നത്. അത്രയ്ക്കൊന്നുമില്ല. നമുക്കൊരു 150 രൂപ ഒക്കെ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാം, കണ്ടോണ്ടിരിക്കാൻ ബോറ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് വൺ ടൈം കാണാം, കുഴപ്പമില്ല. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ ഇതിൽ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസുകാരും വെളിയിൽ നിന്നുള്ളവരും കൂടെ ചേർത്ത് ഈ സിനിമയ്ക്ക് ഓവർ ദ ഹൈപ്പ് കൊടുത്തു. ലോകേഷ് ആദ്യം തൊട്ടേ പറഞ്ഞായിരുന്നു സാധാ ഒരു സ്റ്റാൻഡ് ലോൺ പടമാണ് എന്ന് പറഞ്ഞിട്ടും
കുറെ അതെല്ലാം വിറ്റ് കുറെ ഡീകോഡിങ് ചെയ്ത് വെച്ച കുറെ വിത്തുകളുണ്ട്. അതില് എന്താണ് ഇപ്പം ഒന്നും ഓർമ്മ വരുന്നില്ല. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മോനിക്ക സോങ്ങിൽ ഡാൻസ് കളിക്കുമല്ലോ പൂജാരിട്ട്, അതിലിങ്ങനെ ഏതാണ്ട് ഒരു സ്റ്റെപ്പ് ആക്കുമ്പം LCU അങ്ങനെ കുറേ പാഠങ്ങൾ അടിച്ചങ്ങിറക്കി. പിന്നെ 2 കണ്ട് 30 വർഷം പറഞ്ഞപ്പം മറ്റേ വിക്രമിൽ പറഞ്ഞ 30 വർഷമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഇത് നമ്മളായിട്ട് കുറേ കഥ മെനഞ്ഞിറക്കി. അത് അതിനകത്ത് വന്നില്ല. അതിപ്പോൾ ആരെയും കുറ്റമല്ല. ഇത് ലോകേഷ് ആദ്യമേ പറഞ്ഞതാണ്. ഇത് ഒരു സ്റ്റാൻഡ് ലോൺ പടമാണ്. തലക്കടിച്ചൊന്നും പറയില്ലടാ, എന്റെ തലോട്ടിക്ക് മുട്ടത്തോടിന്റെ കനേ ഉള്ളൂ. ഇത്രയും ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ സംഭവം ഇത് പുള്ളി ഹൈപ്പ് കൊടുത്തതൊന്നുമല്ല. ഇത് നമ്മളായിട്ട് ഹൈപ്പ് കൊടുത്ത് അവസാനം നമുക്ക് എന്താണ് പറയുന്നത്, നമ്മൾ പ്രതീക്ഷയോട്ട് സാധനമായിട്ട് കിട്ടിയതുമില്ല. എന്നാൽ പുള്ളി പ്രതീക്ഷിച്ചത് സാധാരണ നോർമൽ ഒരു പടമാണ്. നമ്മളിത് ഓവർ ദ ടോപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. അല്ല ഹൈപ്പ് കൊടുത്താലും പറ്റിച്ചതെന്നൊന്നും പറയാൻ പറ്റൂല. സോപ്പാണ് 150 രൂപ പോയി. 150 10 രൂപയുടെ പ്രയോജനം പോലും ഇല്ല. ദൈവമൊക്കെ ഇത് വെച്ച് നോക്കണം എന്ത് ബെറ്റർ സിനിമയാണെന്നറിയോ. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. മോശം വളരെ മോശം. പിന്നെ ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പുള്ളി ഇത്രയും നാൾ ചെയ്ത ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിട്ടില്ല. അതാണ് സത്യം. അതാണ് റിവ്യൂ. അങ്ങനെ വേണം പറയാം. അല്ലാതെ മോശമല്ല. പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളിക്ക് ഈ ഹൈപ്പ് എല്ലായിടത്തു നിന്നും കൂടെ വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ പോയതാണ്ടാണെന്നാണ് തോന്നുന്നത്. സംഭവം സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? പവർ ഇത്തിരി കുറഞ്ഞു പോയി. പവർ ഹൗസിൽ പവർ വളരെ കുറഞ്ഞ പവറാണ്. പവർ അത്രയ്ക്ക് ഇല്ലായിരുന്നു. പവർ ഹൗസിലെ പവർ അത്ര പോരാ. അത് സത്യം പറഞ്ഞ ഞാൻ ഈ മാൻഷനിൽ വെച്ചുള്ള ഫൈറ്റിന്റെ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പവർ ഹൗസിന്റെ BGM ആണ്. പക്ഷെ എനിക്ക് പാട്ടടിയും ബഹളവും കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അതെല്ലാവരും ഭയങ്കര പൊക്കിക്കൊണ്ട് കിടക്കുകയാണ് BGM. എനിക്ക് സത്യം പറഞ്ഞ ഈ സെക്കൻഡ് വരെ ആ BGM ഇഷ്ടപ്പെട്ടില്ല. ആ ലാസ്റ്റ് ടൈമിൽ ആ പാട്ട് ഇട്ടിട്ടുണ്ട്. അവരതിനു വേണ്ടി പ്ലാൻ ചെയ്തതായിരിക്കാം. പക്ഷേ എന്തോ എനിക്ക് അവിടെ ആ പാട്ട് കിട്ടിയതിന് കുറച്ചുകൂടെ ഒരു ഗൂസ് ബംസ് മൊമെന്റ് വന്നേനെന്ന് എനിക്ക് തോന്നി. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. സത്യം ഒരുപാടടുത്ത് ആവശ്യമില്ലാതെയല്ല. എനിക്ക് ആ മാൻഷനിൽ വെച്ചുള്ള ഫൈറ്റിൽ ഉപേന്ദ്ര വരുമ്പോൾ ഇട്ടേക്കുന്ന വിജയം എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞ് ഭയങ്കര എനിക്കൊരു പാട്ടേടി ഫീലിംഗ് ആണ് തോന്നിയത്. സത്യം പറയാമല്ലോ, ഉള്ള കാര്യമാണ്. ഇത്ര പേര് ഈ ചില ഇത് കുഴപ്പമുണ്ടേ ചിലർ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് പിടിക്കും. കണക്ക് ഈ പന്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് പിടിക്കും. അത് കണക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കമൻറ്റ്. എനിക്ക് ആ BGM ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തവർ കമൻറ്റ്, ഇഷ്ടപ്പെട്ടവരും കമൻറ്റ്. എത്രയും വേഗം LCU അതിനുശേഷം ഇതുപോലത്തെ സ്റ്റാൻഡിലോ മാൻഡിലോ എന്തെങ്കിലും
സത്യം. അമീർ ഖാൻ എന്തൊരു ഈ ഇന്നാണ്ടൊരു കമന്റ് ഉണ്ട്, എന്തൊരു പട്ടി മാസ പട്ടി മാസ. സത്യം പറഞ്ഞ പട്ടീനെ കൊണ്ടുവന്ന് മറ്റേ ദിലീപിന് റിംഗ് മാസ്റ്ററിൽ കൊടുത്തിട്ട്, റിംഗ് മാസ്റ്ററിൽ ദിലീപിന് പട്ടീനോടുള്ള ഇതുണ്ടല്ല, അത്ര പോലും ഇല്ല. ഒരു കൂറ റോള് വന്നൊരു ബീഡി എത്തിക്കാൻ വേണ്ടി അമീർ ഖാനെയൊക്കെ വിളിച്ചെടുത്തേണ്ടി വല്ല കാര്യമുണ്ട്. അത് പട്ടിക്കോമളി. ഈ സീൻ തന്നെ. അതല്ല വിറ്റ്. വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീർ ഖാൻ ഹിന്ദിയാണല്ലോ സംസാരിക്കുന്നത്. ഈ പടത്തിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. പുള്ളിയുടെ അടുത്ത് രജനീകാന്ത് മാസൊക്കെ അടിക്കുക. ഏത് ലാംഗ്വേജില്? തമിഴില്. മമ്പ് ഒരു കോമഡി സീനായിരുന്നു. മിസൈല് വീണ പോലെ ആയല്ലോ. ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ വീട്ടിൽ നല്ല കാട്ടി പഠിക്കുവാൻ കഥ சொல்றத கேட்கறாங்க. நான் கமல் ஃபேன் சொல்லி நான் கேட்டேன். என்னோட விஷயம்ல நான் எப்படி ஃபேன் நினைச்சிருக்கேன். அதை நான் நீங்க யார் ஃபேன் அப்படின்னு நான் கேட்டேன். புரியுது. സത്യം. വിക്രം 2ഉം കൈദി 2ഉം റോളക്സ് ഒക്കെ എന്തരാകുമോ എന്തോ. ഇനി പുള്ളിയുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റാണ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ എന്തോ ദൈവമേ. പുള്ളിക്ക് ഇങ്ങനെയൊന്നും പറ്റണമല്ല. എന്തൊരു പറ്റിയാണ്. അതാ ലിയോ ഇവിടെ സെക്കൻഡ് പാർട്ടി പോയ പുള്ളി പിന്നെ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല വണ്ടിയും വിളിച്ച്. എന്തായാലും അടുത്ത കൈദി 2വിലെങ്കിലും തിരിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം കണ്ടല്ലോ എല്ലാവരും. എല്ലായിടത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും പ്രമുഖരായിട്ടുള്ള എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഞാൻ നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേന് ഇത് ഹേറ്റ് ക്യാമ്പയിനാണ് ഇവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞ പലരോടെയും ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഹേറ്റ് ക്യാമ്പയിൻ അല്ല ഞാൻ നടത്തിയത്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ കമൻ്റ് ഇട്ടൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമൻ്റ് ഇടാം. കമൻ്റ് ഇടാനാണല്ലോ കമൻറ്റ് ബോക്സ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത ഒരു വീഡിയോ ഏതെങ്കിലും ഒരു റിയാക്ഷനോ എന്തെങ്കിലും ചെയ്യാം. കാരണം നമുക്ക് ഫോളോവേഴ്സ് അങ്ങനെ അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അങ്ങോട്ട് കയറുന്നില്ല. അപ്പം സബ്സ്ക്രൈബേഴ്സ് കയറുന്നതിന് പകരം നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു. നമ്മളെല്ലാം ഈ അൺബോക്സിങ് മാത്രം ചെയ്തിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാ പരിപാടിയും ചെയ്യാന്നുള്ള പരിപാടി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല, ഞാനും ബോറടിക്കുന്നില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റേ സേഫ്. ബൈ.